ഹായ് ഓൾ, ഗാലക്റ്റിക് ക്യൂസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വനിതാ വായനാ മത്സരം ലൈബ്രറി തല മത്സരത്തിൻ്റെ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയ വ്യക്തിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം PC കുട്ടിക്കൃഷ്ണൻ. PC കുട്ടിക്കൃഷ്ണൻ എന്നാണ് ഉറൂബ് എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയ വ്യക്തിയുടെ യഥാർത്ഥ പേര്. ഉറൂബ് കഥയും സംഭാഷണവും രചിച്ച ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമയുടെ പേര് എന്താണ്? ഉത്തരം നീലക്കുയിൽ. നീലക്കുയിൽ എന്നാണ് ഉറൂബ് കഥയും സംഭാഷണവും രചിച്ച ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമയുടെ പേര്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രേരണയും പ്രോത്സാഹനവുമാണ് ഈ പുസ്തകം ഇത്രയും വേഗം എഴുതി തീർക്കാൻ ഇടയാക്കിയത്. ഉമ്മാച്ചുവിൻ്റെ രചനയിൽ ഉറൂബിനെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? ഉത്തരം NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യറാണ് ഉമ്മാച്ചുവിൻ്റെ രചനയിൽ ഉറൂബിനെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രേരണയും പ്രോത്സാഹനവുമാണ് ഈ പുസ്തകം ഇത്രയും വേഗം എഴുതി തീർക്കുവാൻ ഇടയാക്കിയത് എന്ന് ഉമ്മാച്ചുവിൻ്റെ ആദ്യ പേജിൽ ഉറൂബ് കുറിക്കുന്നു. നോവലിന് ആമുഖമായി ഉമ്മാച്ചുവിനെ പറ്റി എന്ന ലേഖനം എഴുതിയിരിക്കുന്ന സാഹിത്യകാരൻ ആരാണ്? ആൻസർ NP മുഹമ്മദ്. NP മുഹമ്മദാണ് നോവലിന് ആമുഖമായി ഉമ്മാച്ചുവിനെ പറ്റി എന്ന ലേഖനം എഴുതിയിരിക്കുന്ന സാഹിത്യകാരൻ. ബീരാൻ്റെ പൈസക്കാരനായ ബാപ്പയുടെ പേര് എന്താണ്? ഉത്തരം ചേക്കുട്ടി മുതലാളി. ചേക്കുട്ടി മുതലാളി എന്നാണ് ബീരാൻ്റെ പൈസക്കാരനായ ബാപ്പയുടെ പേര്. എന്തിരുത്താ മുതലാളി അത്തറാലിൻ്റെ പടിക്കൽ നിന്ന് തൂലുമുയങ്ങിന്? ബീരാൻ്റെ തൊട്ടു പിന്നിൽ നിന്ന് ഉയർന്ന ചോദ്യം ആരുടേതായിരുന്നു? ഉത്തരം അഹമ്മദ് ഉണ്ണി. എന്തിരുത്താ മുതലാളി അത്തറാലിൻ്റെ പടിക്കൽ നിന്ന് തൂലുമുയങ്ങുന്ന്? ബീരാൻ്റെ തൊട്ടു പിന്നിൽ നിന്നും ഈ ചോദ്യം ഉയർത്തിയത് അഹമ്മദ് ഉണ്ണിയായിരുന്നു. ആധാരത്തിൽ ഒരു വെടി പഴുതു തപ്പി നടന്ന ചാപ്പുണ്ണി നായരെ പൊറുതി കൊടുക്കാതെ ശല്യപ്പെടുത്തുന്ന 6 വയസ്സുകാരി മകളുടെ പേര് എന്താണ്? ഉത്തരം ചിന്നമ്മു. ചിന്നമ്മു എന്നാണ് ആധാരത്തിൽ ഒരു വെടി പഴുതു തപ്പി നടന്ന ചാപ്പുണ്ണി നായരെ പൊറുതി കൊടുക്കാതെ ശല്യപ്പെടുത്തുന്ന 6 വയസ്സുകാരി മകളുടെ പേര്. ഉറൂബ് 1979 അന്തരിക്കുമ്പോൾ മലയാള മനോരമ വാരികയുടെ പത്രാധിപരായിരുന്നു. ഉറൂബ് 1979 അന്തരിക്കുമ്പോൾ ഏത് വാരികയുടെ പത്രാധിപരായിരുന്നു? ഉത്തരം മലയാള മനോരമ. വാര്യം കുന്നത്ത് കുഞ്ഞമ്മദാജി നയിച്ച ലഹളയുടെ പേര് എന്താണ്? ഉത്തരം മാപ്പിള ലഹള. മാപ്പിള ലഹള എന്നാണ് വാര്യം കുന്നത്ത് കുഞ്ഞമ്മദാജി നയിച്ച ലഹളയുടെ പേര്. ചാപ്പുണ്ണി നായർ ബീരാൻ്റെ കാര്യസ്ഥത ആരംഭിച്ചത് ആരുടെ കുടിയിരിപ്പ് ഒഴിക്കാനുള്ള കേസ് മുതലാണ്? ഉത്തരം ചാഴിയുടെ. ചാഴിയുടെ കുടിയിരിപ്പ് ഒഴിവാക്കാനുള്ള കേസ് മുതലാണ് ചാപ്പുണ്ണി നായർ ബീരാൻ്റെ കാര്യസ്ഥത ആരംഭിച്ചത്. ഏത് സർവകലാശാലയാണ് MA ക്ലാസ്സിലെ സിലബസിൽ ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം കോഴിക്കോട് സർവകലാശാല. കോഴിക്കോട് സർവകലാശാലയാണ് MA ക്ലാസ്സിലെ സിലബസിൽ ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ പ്രതിബിംബം ജലാശയത്തിൽ നോക്കി രസിച്ചിരുന്ന ഗ്രീക്ക് പുരാണത്തിലെ കഥാപാത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം നാർസിസ്. നാർസിസ് എന്നാണ് തൻ്റെ പ്രതിബിംബം ജലാശയത്തിൽ നോക്കി രസിച്ചിരുന്ന ഗ്രീക്ക് പുരാണത്തിലെ കഥാപാത്രത്തിൻ്റെ പേര്. ധനുജകുമാരിയുടെ ഭർത്താവ് സതീഷ് എത്ര മണിക്കൂറാണ് തുടർച്ചയായി ചെണ്ട കൊട്ടി ശ്രദ്ധേയനായത്? ഉത്തരം 48 മണിക്കൂർ. 48 മണിക്കൂർ തുടർച്ചയായി ചെണ്ട കൊട്ടിയാണ് ധനുജകുമാരിയുടെ ഭർത്താവ് സതീഷ് ശ്രദ്ധേയനായത്. മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ധനുജയുടെ മക്കളെ ഏറെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അധ്യാപകൻ്റെ പേര് എന്താണ്? ഉത്തരം പത്മനാഭ അയ്യർ. പത്മനാഭ അയ്യർ എന്നാണ് മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ധനുജയുടെ മക്കളെ ഏറെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അധ്യാപകൻ്റെ പേര്. ഹരിശ്രീ അശോകനിൽ നിന്ന് ഡ്രം സമ്മാനമായി കിട്ടിയ ധനുജയുടെ മകൻ്റെ പേര് എന്താണ്? ഉത്തരം സുധീഷ്. സുധീഷ് എന്നാണ് ഹരിശ്രീ അശോകനിൽ നിന്നും ഡ്രം സമ്മാനമായി കിട്ടിയ ധനുജയുടെ മകൻ്റെ പേര്. ചെങ്കൽച്ചൂളയിൽ പ്രവർത്തിക്കുന്ന ഹൈനസ് സാംസ്കാരിക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? ആൻസർ V ശിവൻകുട്ടി. വി ശിവൻകുട്ടിയാണ്
ചെങ്കൽച്ചൂളയിൽ പ്രവർത്തിക്കുന്ന ഹൈനസ് സാംസ്കാരിക സമിതിയുടെ രക്ഷാധികാരി. കേരളത്തിനെ നടുക്കിയ ദുരന്തമാണ് രജനി എസ് ആനന്ദ് എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ. തിരുവനന്തപുരത്തെ ഏതു കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് രജനി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്? ഉത്തരം ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്. കേരളത്തിനെ നടുക്കിയ ദുരന്തമാണ് രജനി എസ് ആനന്ദ് എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ. തിരുവനന്തപുരത്തെ ഏത് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുമാണ് രജനി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്? ഉത്തരം ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്. ഒരു ലൈബ്രറിക്ക് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരം കിട്ടുവാൻ കുറഞ്ഞത് എത്ര പുസ്തകങ്ങൾ ഉണ്ടായിരിക്കണം? ഉത്തരം 1000. ഒരു ലൈബ്രറിക്ക് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരം കിട്ടുവാൻ കുറഞ്ഞത് 1000 പുസ്തകങ്ങൾ ഉണ്ടായിരിക്കണം. ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്ന വർഷം ഏതാണ്? ഉത്തരം 2014. 2014 ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ചെങ്കൽച്ചൂള കോളനിയുടെ ഇപ്പോഴത്തെ പേര് എന്താണ്? ആൻസർ രാജാജി നഗർ. രാജാജി നഗർ എന്നാണ് ചെങ്കൽച്ചൂള കോളനിയുടെ ഇപ്പോഴത്തെ പേര്. ധനുജകുമാരി പഠിച്ചിരുന്ന അറപ്പുര സ്കൂൾ എന്നറിയപ്പെടുന്ന സ്കൂൾ ഏതായിരുന്നു? ആൻസർ തമ്പാനൂർ LPS. തമ്പാനൂർ LPS ആയിരുന്നു ധനുജകുമാരി പഠിച്ചിരുന്ന അറപ്പുര സ്കൂൾ എന്നറിയപ്പെടുന്ന സ്കൂൾ. വിശപ്പ്, പ്രണയം, ഉന്മാദം എന്ന ഓർമ്മക്കുറിപ്പുകൾ രചിച്ച മുഹമ്മദ് അബ്ബാസ് ജനിച്ച തമിഴ്നാട്ടിലെ ഗ്രാമത്തിൻ്റെ പേര് എന്താണ്? ആൻസർ പെരുംചിലമ്പ്. പെരുംചിലമ്പെന്നാണ് വിശപ്പ്, പ്രണയം, ഉന്മാദം എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയ മുഹമ്മദ് അബ്ബാസ് ജനിച്ച തമിഴ്നാട്ടിലെ ഗ്രാമത്തിൻ്റെ പേര്. 10 മക്കളെ പെറ്റ പാപി എന്ന സ്വയം വിശേഷിപ്പിക്കുന്ന ഉമ്മയുടെ എത്രാമത്തെ മകനായിരുന്നു അബ്ബാസ്? ഉത്തരം 8ാമത്തെ. 10 മക്കളെ പെറ്റ പാപി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഉമ്മയുടെ 8ാമത്തെ മകനായിരുന്നു അബ്ബാസ്. അബ്ബാസിൻ്റെ മൂത്ത ചേട്ടൻ്റെ ഭാര്യയായ ഖദീജയെ വീട്ടുകാരും നാട്ടുകാരും വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ആൻസർ ചെള്ളിത്താത്ത. ചെള്ളിത്താത്ത എന്നായിരുന്നു അബ്ബാസിൻ്റെ മൂത്ത ചേട്ടൻ്റെ ഭാര്യയായ ഖദീജയെ വീട്ടുകാരും നാട്ടുകാരും വിളിച്ചിരുന്ന പേര്. എന്തിൻ്റെ പേരിലാണ് വിറക് വെട്ടുകാരൻ പളനിയെ വീട്ടുകാരൻ തല്ലിക്കൊല്ലാറാക്കിയത്? ആൻസർ ആ വീട്ടിലെ ചെറിയ കുട്ടിയുടെ പാദസരം മോഷ്ടിച്ചെന്ന പേരിൽ. ആ വീട്ടിലെ ചെറിയ കുട്ടിയുടെ പാദസരം മോഷ്ടിച്ചു എന്ന പേരിലാണ് വിറക് വെട്ടുകാരൻ പളനിയെ വീട്ടുകാരൻ തല്ലിക്കൊല്ലാറാക്കിയത്. രാക്കുട്ടി മാമയുടെ മകൻ യൂസഫിന് എന്തായിരുന്നു രോഗം? ആൻസർ കുഷ്ഠം. കുഷ്ഠമായിരുന്നു രാക്കുട്ടി മാമയുടെ മകൻ യൂസഫിന്. കോഴിക്കോട് ബുഹാരി ഹോട്ടലിലെ വെയിറ്റർ അബ്ബാസിന് നൽകിയ പണി എന്തായിരുന്നു? ആൻസർ കഞ്ചാവ് കച്ചവടം. കഞ്ചാവ് കച്ചവടമായിരുന്നു കോഴിക്കോട് ബുഹാരി ഹോട്ടലിലെ വെയിറ്റർ അബ്ബാസിന് നൽകിയ പണി. ബാപ്പു ഹാജിയുടെ വീട്ടിൽ മുറ്റമടിക്കാനും അടുക്കളയിൽ സഹായിക്കാനുമൊക്കെ വരുന്ന സ്ത്രീയുടെ പേര് എന്തായിരുന്നു? ആൻസർ തങ്കുണ്ണി ചേച്ചി. തങ്കുണ്ണി ചേച്ചി എന്നായിരുന്നു ബാപ്പു ഹാജിയുടെ വീട്ടിൽ മുറ്റമടിക്കാനും അടുക്കളയിൽ സഹായിക്കാനുമൊക്കെ വരുന്ന സ്ത്രീയുടെ പേര്. ഇവാൻ ഇലിയച്ചിൻ്റെ മരണം എന്ന ചെറു നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ് ആണ് ഇവാൻ ഇലിയനീച്ചിൻ്റെ മരണം എന്ന ചെറു നോവൽ എഴുതിയത്. കന്യാകുമാരിയിലെ ലോഡ്ജുകളിൽ തനിച്ച് വരുന്നവർക്ക് മുറി കൊടുക്കാത്തതിൻ്റെ കാരണം എന്തായിരുന്നു? ആൻസർ വ്യാജ അഡ്രസ് നൽകി ആത്മഹത്യ ചെയ്യും എന്നതിനാൽ. വ്യാജ അഡ്രസ് നൽകി ആത്മഹത്യ ചെയ്യും എന്നതിനാലാണ് കന്യാകുമാരിയിലെ ലോഡ്ജുകളിൽ തനിച്ച് വരുന്നവർക്ക് മുറി കൊടുക്കാത്തതിൻ്റെ കാരണം. നായരാണെങ്കിലും നല്ലവനാണ് എന്ന് ഉമ്മാച്ചു പറയുന്നത് ആരെക്കുറിച്ചാണ്? ആൻസർ ചാപ്പുണ്ണി നായർ. ചാപ്പുണ്ണി നായരെ പറ്റിയാണ് നായരാണെങ്കിലും നല്ലവനാണെന്ന് ഉമ്മാച്ചു പറയുന്നത്. ഇലക്ഷൻ വിജയത്തിൽ മതിമറന്ന ചൈത്രയാത്രയിൽ വിജയിച്ച പാർട്ടിയെ സഹായിച്ചവരിൽ ഒരാൾ ഒഴികെ എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഒരാൾ ആരായിരുന്നു? ആൻസർ ചാപ്പുണ്ണി നായർ. ഇലക്ഷൻ വിജയത്തിൽ മതിമറന്ന് ജൈത്രയാത്രയിൽ വിജയിച്ച പാർട്ടിയെ സഹായിച്ചവരിൽ ഒരാൾ ഒഴികെ എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഒരാൾ ചാപ്പുണ്ണി നായരായിരുന്നു. ധനുജകുമാരിയുടെ മകൻ ആദ്യമായി പ്ലെയിനിൽ യാത്ര ചെയ്തത് വിശ്വപ്രസിദ്ധനായ ഒരു തബലിസ്റ്റിൻ്റെ ഒപ്പമായിരുന്നു. ആരായിരുന്നു ആ തബലിസ്റ്റ്? ഉത്തരം സക്കീർ ഹുസൈൻ. ധനുജകുമാരിയുടെ മകൻ ആദ്യമായി പ്ലെയിനിൽ യാത്ര ചെയ്തത് വിശ്വപ്രസിദ്ധനായ ഒരു തബലിസ്റ്റിൻ്റെ ഒപ്പമായിരുന്നു. സക്കീർ ഹുസൈൻ ആയിരുന്നു ആ തബലിസ്റ്റ്.
അബ്ബാസ് കണ്ടിട്ടുള്ള ഏറ്റവും നല്ല വായനക്കാരൻ പത്രോസ് ചേട്ടൻ എവിടെ നിന്നാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്ക് അടുത്ത് കുടിയേറിയത്? ഉത്തരം ആലപ്പുഴ നിന്ന്. ആലപ്പുഴ നിന്നുമാണ് അബ്ബാസ് കണ്ടിട്ടുള്ള ഏറ്റവും നല്ല വായനക്കാരൻ പത്രോസ് ചേട്ടൻ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത് കുടിയേറിയത്. ധനുജകുമാരിയുടെ അമ്മയുടെ പേരെന്താണ്? ആൻസർ സാറാമ്മ. സാറാമ്മ എന്നാണ് ധനുജകുമാരിയുടെ അമ്മയുടെ പേര്. കേരള സംസ്ഥാനത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? ആൻസർ ശാരദാ മുരളീധരൻ. ശാരദാ മുരളീധരനാണ് കേരള സംസ്ഥാനത്തിൻ്റെ 49ാം ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത്. കിരീടം എന്ന സിനിമയിൽ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ പ്രശസ്ത നടൻ ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ആൻസർ മോഹൻരാജ്. കിരീടം എന്ന സിനിമയിൽ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ പ്രശസ്ത നടൻ ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് മോഹൻരാജ് എന്നാണ്. ഈയിടെ അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് എത്ര പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു? ആൻസർ 2 പ്രാവശ്യം. ഈയിടെ അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് എത്ര പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു? ആൻസർ 2 പ്രാവശ്യം. MD വാസുദേവൻ നായർ. ഇതിലെ MD എന്ന അക്ഷരങ്ങളുടെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് MD വാസുദേവൻ എന്നതിലെ MD എന്ന അക്ഷരങ്ങളുടെ പൂർണ്ണരൂപം. MDക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? ആൻസർ 1995. 1995 MDക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രം MDയുടെ ഏത് കഥയിലേതാണ്? ആൻസർ ഇരുട്ടിൻ്റെ ആത്മാവ്. ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന MDയുടെ കഥയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ്. ഏതാണ് ആ പഞ്ചായത്ത്? ആൻസർ പുല്ലമ്പാറ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ്. പുല്ലമ്പാറ പഞ്ചായത്താണ് ആ പഞ്ചായത്ത്. നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ആൻസർ ഹരണി അമരസൂര്യ. ഹരണി അമരസൂര്യ എന്നാണ് നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയുടെ പേര്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ 2024 സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള IV ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ M. ലീലാവതി. M. ലീലാവതിക്കാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ 2024 സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള IV ദാസ് പുരസ്കാരം ലഭിച്ചത്. Thank you for watching this video. Please like, share and subscribe.